Hi, Namaste. Welcome back. Viewers, welcome back to my channel Retailer. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും അതേപോലെ സെൻസെക്സിൻ്റെയും മൊമെൻ്റ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ 22 ജൂലൈയിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ തന്നെ നല്ല റിട്ടേൺസ് കിട്ടിയ ദിവസമാണിന്ന്. പക്ഷെ മാർക്കറ്റ് ഇടയ്ക്കൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ടോട്ടൽ സോഫ്റ്റ് അവിടെ സെല്ല് തന്നെ, അതായത് ഡൗൺ സൈഡ് തന്നെ ഹോൾഡ് ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ് സോഫ്റ്റ് തന്നെ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മുടെ 5 മിനിറ്റ്സ് ചാർട്ടിൽ പ്രത്യേകിച്ച് നമുക്ക് ഫേക്ക് ആയിട്ട് വന്ന ട്രേഡുകൾ പ്രത്യേകിച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ഇപ്പം ഫസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ഒരു സിറ്റിൽ തന്നിട്ടുള്ളൂ സെൽ ഇൻഡിക്കേഷൻ. അത് മോർണിംഗിൽ 9:20 തന്നാണ്. അത് മോർണിംഗിൽ തന്നെ മാർക്കറ്റ് അടിച്ചിറങ്ങുമായിരുന്നു. ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് അടിച്ച് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുമായിരുന്നു. അവിടുന്ന് കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് പുൾ ബാക്ക് അടിച്ച് പിന്നെ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ചെറുതായിട്ടൊന്ന് കയറാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ബൈ ഇൻഡിക്കേഷനായിട്ട് സോഫ്റ്റ്വെയർ തന്നിട്ടില്ല. നമുക്ക് ബൈ എടുക്കേണ്ട താഴത്തെ കളർ ബാർ നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ബാർ നമുക്ക് ആക്ച്വലി റെഡ് ആയതുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങും എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നു. പുൾ ബാക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും സപ്പോർട്ട് അടിച്ചിറങ്ങാൻ. അപ്പം നെക്സ്റ്റ് എൻട്രി എടുക്കാനുള്ള അവസരം അവിടെ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളർ കാണിച്ച മാർക്കറ്റ് തിരിഞ്ഞ് കയറാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു എക്സിറ്റ് ലെവലാണ് നമുക്കിപ്പോൾ തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ നമുക്കവിടെ ഫേക്ക് ആയിട്ടൊന്ന് ട്രേഡൊക്കെ പ്രത്യേകിച്ച് അവോയ്ഡ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി എടുക്കാമെന്നുള്ള ലേറ്റസ്റ്റ് സ്പെഷ്യൽ പ്രത്യേകിച്ചും. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും നോക്കുകയാണെങ്കിലും കണ്ടിന്യൂവേഷൻ മാറി പുതിയ സിഗ്നൽ നല്ല കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയതാണ്. മോർണിംഗിൽ തന്നെ സപ്പോർട്ട് അടിച്ച് താഴോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെയും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അടിച്ച് പിന്നെ ഇറങ്ങുമായിരുന്നു. അപ്രോക്സിമേറ്റ് രണ്ടാമത് പിന്നെ ഇറങ്ങിയത് 11:15 ശേഷം നമുക്കൊരു ഡൗൺ അടിച്ച് പിന്നെ ഇറങ്ങുമായിരുന്നു. 11:40 ആയപ്പോഴാണ്. അപ്പോൾ അവിടെ നല്ലൊരു ഡൗൺ എൻട്രി പിന്നെയും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നേരമായിട്ട് സൈഡ് വേസ് ആണ്. അവിടെ എക്സ്ട്രാ കളർ അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്, എക്സിറ്റ് ലെവൽ തന്നിട്ടുണ്ട്. അതിനാണ് നമുക്ക് കളർ ചേഞ്ച് ബ്ലൂ കളർ, വൈറ്റ് കളർ, ഓറഞ്ച് കളർ അതൊക്കെ നമുക്ക് മാറി റിവേഴ്സിലാണ്. എക്സിറ്റ് ലെവലാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാന്നുള്ള ഇൻഡിക്കേഷൻ തരികയാണ്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് സെഷൻ്റെ 8.1. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി ആകട്ടെ, ബാങ്ക് നിഫ്റ്റി ആകട്ടെ, അതേപോലെ സെൻസെക്സ് ആകട്ടെ, നമുക്ക് മോർണിംഗ് നല്ലൊരു ഡൗൺ ഇൻഡിക്കേഷൻ ആണ്. ഫുൾ ഡൗൺ പോയ ദിവസമാണ്. അപ്പോൾ മാർക്കറ്റ് നമുക്ക് മോർണിംഗിൽ തന്നെ സെൻസെക്സിൽ സെല്ല് തന്ന് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് അടിച്ച് ഇറങ്ങുമായിരുന്നു. അവിടെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ട്രേഡ് എടുത്തു. അപ്പം നമുക്ക് ആദ്യത്തെ മോർണിംഗിൽ നമുക്ക് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയുണ്ടായി. അത് കഴിഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാത്തവർക്ക് പിന്നെയും പുൾ ബാക്ക് കഴിഞ്ഞ് രണ്ടാമത് ഡൗൺ പോകാനുള്ള അവസരം പിന്നെയും തന്നിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് അവിടെ താഴത്തെ കളർ ബാറ് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ബാറ് നമുക്ക് ആക്ച്വലി അവിടെ റെഡ് തന്നെ തന്നത് നമുക്ക് ഹോൾഡ് ചെയ്യാമെന്ന് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും 5 മിനിറ്റ്സ് ചാർട്ടിൽ കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് ട്രേഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഫേക്കായിട്ട് വന്ന ട്രേഡുകൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ട്രേഡ് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കിയാൽ ക്രൂഡ് ഓയിലും ഇതേപോലെ തന്നെ നമുക്ക് വൺ സൈഡ് മൊമെൻ്റ് ആണ്. നമുക്ക് 50 മിനിറ്റ്സ് ചാർട്ടാണ് കുറച്ചുകൂടെ ആക്യുറസി. 2 ദിവസമായിട്ട് ബൈ കണ്ടിന്യൂഷൻ ആണ്. 500 പോയിൻറ്റ്സോളം ബൈ കയറി നിൽക്കുകയാണ്. അതിൽ സ്കാൽപ്പിങ്ങിൽ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ കയറിയ ശേഷം മാർക്കറ്റ് രണ്ടാമത് ചെറുതായിട്ട് ഡൗൺ ഇറങ്ങാൻ ശ്രമിച്ച് കൺഫേം ആതിരിച്ച് 11:50 ആയപ്പോൾ എഗെയിൻ ബ്രേക്കൗട്ട് പോയി. ആ ഒരു ബ്രേക്കൗട്ടിൽ നിന്ന് തന്നെ 200 പോയിൻറ്റ്സോളം മാർക്കറ്റ് കയറി നിൽക്കുവാണ്. നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ്സാർക്ക് നെക്സ്റ്റ് ട്രേഡ് എടുക്കാനുള്ള അവസരം ക്രൂഡ് ഓയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്യുക.